നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, കറണ്ട് ട്രെൻഡ് എങ്ങനെയാണ്, ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കറണ്ട് ട്രെൻഡിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇതൊരു ക്ലിയർലി ഒരു നെഗറ്റീവ് ട്രെൻഡാണ്. നമ്മൾ മാർക്കറ്റ് നെഗറ്റീവ് ആയപ്പോൾ നമ്മൾ മുൻകൂട്ടി തന്നെ മാർക്കറ്റിന്റെ ഒരു ഹയർ ലെവലിൽ നിന്ന് തന്നെ മാർക്കറ്റ് ഒരു നെഗറ്റീവിന്റെ ഒരു അപ്ഡേഷൻ നൽകി തുടങ്ങിയതാണ്. നമുക്കൊരു സ്റ്റോക്കിലായാലും നമുക്കായാലും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനൊക്കെ ഉള്ള ഒരു അവസരമാണ്. മാർക്കറ്റ് ഒരു ഹയർ ലെവലിൽ നിലനിൽക്കുമ്പോഴാണ് നല്ലൊരു അവസരം. മാർക്കറ്റ് താഴത്ത് വന്നതിന് ശേഷമല്ല അത് ചെയ്യേണ്ടത്. അപ്പോൾ ട്രെൻഡ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് വരുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. കാരണം ഈ ഒന്ന് രണ്ട് മാസം എടുത്തിട്ട് മുകളിലേക്കുള്ള ഈ ഒരു മൂവ്മെന്റ് ഒക്കെ വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് തന്നെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകാനായിട്ട് സാധിക്കും. മാത്രമല്ല, നമ്മൾ നിഫ്റ്റിയിൽ മാത്രമല്ല സൂചിപ്പിച്ചിരുന്നു, മിഡ് ക്യാപ്പ് റിവേഴ്സ് ആയപ്പോൾ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. മാർക്കറ്റിന്റെ ഒരു ലോങ് ടൈം ട്രെൻഡ്, ഷോർട്ട് ടൈം ട്രെൻഡ് അല്ല നമ്മൾ പറഞ്ഞിരുന്നത്, ലോങ് ടൈം ട്രെൻഡ് മിഡ് ക്യാപ്പിൽ റിവേഴ്സ് ആയിട്ടുണ്ട് നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. അതായത് മിഡ് ക്യാപ്പ് ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോഴാണ്, പിന്നെ ഇൻ കേസ് മുകളിലേക്ക് ബൗൺസ് ചെയ്താൽ അത് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, കയ്യിലുള്ള പൊസിഷൻസ് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇത് എക്സാക്റ്റ് ആയിട്ട് ഇപ്പോൾ സാധാരണ ആളുകളൊക്കെ ഫോളോ ചെയ്യുന്ന ബ്രേക്ക് ഔട്ടാണ് ഇത് വരുന്നത്. പക്ഷെ ആക്ച്വലി ഇതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റിലെ ആ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട്. പക്ഷെ ഈ ഒരു ബ്രേക്ക് ഔട്ടുകളും ഈ ഒരു ഫാൾസ് മൂവ്മെന്റുകളും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹയർ ലെവലിലേക്ക് വരുമ്പോൾ കൈവശമുള്ള സ്റ്റോക്കുകളൊക്കെ വിറ്റ് കളയാനുള്ള ഒരു അവസരമാണ് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. കാരണം മാർക്കറ്റ് ഒരു ഫാൾ വന്നു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. കാരണം എത്ര ദിവസം എടുത്തിട്ട് ഈ ഒരു വലിയൊരു മൂവ്മെന്റ് നടത്തിയാലും അത് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആ ഒരു മാർക്കറ്റിന്റെ ഒരു ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിന് വളരെയധികം കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകുന്നത് അതുകൊണ്ടാണ്. കാരണം രണ്ടോ മൂന്നോ നാലോ മാസം കൊണ്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കി ഇരിക്കുന്ന ഒരു പ്രോഫിറ്റ് ആയാലും ചിലപ്പോൾ ഒരു ഒറ്റ മാസം കൊണ്ട് അല്ലെങ്കിൽ 10-15 ദിവസം കൊണ്ട് തന്നെ അത് ചിലപ്പോൾ നഷ്ടപ്പെടാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ട്രെൻഡ് നിഫ്റ്റിയിൽ സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ നിഫ്റ്റിയിൽ വരും ആഴ്ചയിൽ, വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും 19,060 മുകളിലേക്ക് നിഫ്റ്റി ഹോൾഡിംഗ് നടത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയിലായാലും ഒരു ഷോർട്ട് കവറിങ് എന്നൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലൊരു മുകളിൽ നിലനിന്നാൽ മാത്രമാണ് അതിനും ഒരു സാധ്യതയുള്ളൂ. അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് നിഫ്റ്റിക്ക് 19,200-300 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ അടുത്തേക്ക് നിഫ്റ്റിക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു ലോങ് ടൈം ബൈ സെന്റിമെന്റ് അല്ല, അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെയുള്ള ഒരു ബൈ സെന്റിമെന്റിൽ പ്രതീക്ഷിക്കാതിന് ശേഷം അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഹോൾഡിംഗ് നടത്തിയാലാണ് അടുത്തൊരു ബൈ മൊമെന്റത്തിന് ഒരു സാധ്യത വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിഫ്റ്റിയിലായാലും 18,800 ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ലെവൽസ് തന്നെയാണ്. ആ ഒരു ലെവൽസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. 800 ലെവൽസ് ഒക്കെ ആ ഒരു ലെവലിൽ നിന്നായാലും ചിലപ്പോൾ ഒരു ബൗൺസ് മാർക്കറ്റിൽ അത് പ്രതീക്ഷിക്കണം. നമുക്ക് ആ ഒരു ഏരിയയിൽ എത്തുന്ന ഒരു സമയത്തായാലും അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സിന്റെ പൊസിഷൻസ് ചെയ്യാതിരിക്കുക, ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുകയാണ് സേഫ്. അപ്പൊ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് സൂചിപ്പിക്കാറുണ്ട് എങ്ങനെയാണ് നമുക്ക് ഇൻട്രാഡേയിൽ എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോസിൽ തന്നെ പറഞ്ഞു നോക്കുക. നമുക്ക് ആ ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും ബൈ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് എക്സാക്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നമുക്ക് അതിൽ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയകളുടെ മുകളിലേക്കൊന്നും റൈറ്റ് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നില്ല. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന സപ്പോർട്ട് 19,195, അതായത് 200 താഴെയാണ് ആ ഒരു സപ്പോർട്ട് വന്നിരുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ നിഫ്റ്റി വീക്ക്നെസ് ആയി. കാരണം ഇതൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റ്സ് നൽകിയിരുന്നത്. നിഫ്റ്റിയിലെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ മുകളിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഇതൊരു ബൈര ഓപ്പർച്യൂണിറ്റി അല്ല, ഹയർ ലെവലിൽ നിന്ന് ഒരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന അവസരമാണ് ശരിക്കും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത്. അതിന് ശേഷമായിരുന്നു നിഫ്റ്റിയിലായാലും ആ ഒരു വലിയൊരു ഫാള്
മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്തിരുന്നത്. 18,800 അടുത്ത് നിന്നാണ് നിഫ്റ്റി ഒന്ന് ബൗൺസ് ചെയ്യാൻ അവസാനത്തെ ഒരു സെക്ഷനിൽ മുകളിലേക്ക് ഒരു ബൗൺസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ശ്രദ്ധിക്കേണ്ടത് 19,060 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്ട് കവറിങ് റാലി നിഫ്റ്റിയിൽ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ വരെ നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിഫ്റ്റിയിലായാലും 18,800 എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണതെന്ന് നോക്കണം. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റി അത് കൂടുതൽ വീക്ക്നെസ് ആണ്. അതായത് 18,837 ലോ വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളാണ്. ഇൻ കേസ് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ ഈ ഏരിയ നിന്നായിരിക്കണം ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി വരേണ്ടത്. ഈ ഒരു സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 18,837 വന്നിരിക്കുന്ന ലോ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവലാണ്. കാരണം 800 സപ്പോർട്ടിനെ നിലനിർത്തുന്നത് ഈ ഒരു സപ്പോർട്ടാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ 700-ന്റെ താഴെയാണ് നിഫ്റ്റിയിലെ ഒരു സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം ഇതിന് താഴത്തേക്ക് 660-ന്റെ താഴത്തേക്ക് നിഫ്റ്റി നിലനിർത്തി കഴിഞ്ഞാൽ പിന്നെ 18,500-ന്റെ താഴേക്കാണ് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പൊ നിഫ്റ്റിയിലായാലും ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് ബൗൺസ് ചെയ്യുകയാണെങ്കിലാണ് അടുത്തൊരു ബൈ സെന്റിമെന്റ് വരുന്നത്. അതുപോലെ തന്നെ ഇൻ കേസ് നിഫ്റ്റി ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റി ഈ 19,060-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ 18,837 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും 19,060-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാഡേ അല്ല അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെയുള്ള ഒരു ബൈയുടെ ഒരു മൊമെന്റം മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ വരും ആഴ്ചകളിലായാലും വരാൻ പോകുന്ന ഒരു ആഴ്ചകളിലായാലും ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനനുസരിച്ചായിരിക്കും മാർക്കറ്റിലെ ആ ഒരു ലോങ് ടൈം മൊമെന്റം മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഇൻട്രാഡേയിൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയുടെ ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നിഫ്റ്റിയിലായാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഇൻട്രാഡേയിൽ തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. നമുക്ക് അതിലും വളരെ ഈസി ആയിട്ട് ഇൻട്രാഡേയിൽ എങ്ങനെ ട്രേഡ് മാനേജ് ചെയ്യണം, ക്വിക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് സഹായിക്കും. 18,910 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ മുകളിൽ നിലനിൽക്കുമ്പോൾ നമുക്കൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. അതായത് 18,910 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് 45 അപ്പോൾ നിഫ്റ്റിയിലും ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 45-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഇൻട്രാഡേയിൽ ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെയാണ് നമുക്ക് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെയാണ് നിഫ്റ്റിയുടെ ആ ഒരു മൊമെന്റം. ഈ ഒരു മൊമെന്റ് ആയാലും മുകളിലേക്ക് മൂവ് ചെയ്ത് നോക്കുക. അപ്പൊ ഇതിന്റെ ഒരു മുകളിൽ നിലനിൽക്കുമ്പോൾ ആയാലും നമുക്കൊരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തൊരു റെസിസ്റ്റൻസ് 19,060 ടച്ച് ചെയ്തു. അപ്പോൾ അടുത്ത റെസിസ്റ്റൻസ് 19,060-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് ഫെയിലിയർ ആയി അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിന് ശേഷം 19,060-ന്റെ താഴെയാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ഇത് റോങ് ആണ് വരുന്നത്. നിഫ്റ്റിയിലും ക്ലോസിംഗ് വന്നിരിക്കുന്നത് 19,047 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ഏത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ലോങ് ടേം ട്രെൻഡ് നെഗറ്റീവ് തന്നെയാണ്. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക, റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. കൃത്യമായിട്ട് ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് 19,060 തന്നെയാണ് റെസിസ്റ്റൻസ് കാണുന്നത്. അതിന്റെ ഒരു മുകളിൽ 19,120 അതായത് 19,060-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ അതിന്റെ മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടിയ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെ മൊമെന്റ് ഉണ്ടായിരിക്കും. 120-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 19,200-ന്റെ അടുത്താണ് അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 19,600 താഴെയാണെങ്കിൽ വീക്ക്നെസ് തന്നെയാണ്. ഷോർട്ട്സ് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. പക്ഷെ 19,010 എത്തുമ്പോഴേക്കും ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. അതിനുശേഷം 19,010-ന്റെ ഒരു താഴത്തേക്ക് നിലനിന്നാൽ മാത്രമാണ് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഈ പറയുന്ന സപ്പോർട്ട് ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ടാണ്. അതായത് 19,010 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. അടുത്തൊരു സപ്പോർട്ട് നിഫ്റ്റിയിൽ കാണുന്നത് 18,000
930, അതായത് ഈ ഒരു ലെവൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഈ വന്നിരിക്കുന്ന ഈ ഒരു ലോ, ഈ ഒരു ലെവലാണ് നിഫ്റ്റിയിലും ആ ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ഇതിൻ്റെ ഒരു താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നിഫ്റ്റിയിലും കൂടുതൽ വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ നിഫ്റ്റി 18,930 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 19,010 ഒരു മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് 19,010 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ്. 19,060 റെസിസ്റ്റൻസ് ആണ്. 60 ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നാൽ 60ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ 19,010 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരും ദിവസത്തെ ഓപ്പണിംഗ് അനുസരിച്ച് കൃത്യമായിട്ട് ഈ ഒരു സപ്പോർട്ട് പൊസിഷൻസ് അനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രേഡുകൾ മാനേജ് ചെയ്യാം. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ശ്രദ്ധിക്കണം. ഈ ഒരു സപ്പോർട്ടിലാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയാലും വീക്ക്നെസ് ആണ്. അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരാം. ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിഫ്റ്റിക്ക് സപ്പോർട്ട് ഉണ്ട്. ഈ ഒരു റേഞ്ച് എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ താഴത്തേക്ക്, ഈ ഒരു ലോയുടെ താഴത്തേക്ക് കുറച്ച് സമയം ഹോൾഡ് ചെയ്താലാണ് നിഫ്റ്റി കൂടുതൽ വീക്ക്നെസ് വരുന്നത്. അപ്പൊ നിഫ്റ്റിയിൽ ഇത്ര ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിഫ്റ്റി മാത്രമല്ല, നമ്മൾ ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇതൊക്കെ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ട്രെൻഡ് സൂചിപ്പിച്ചിരുന്നതാണ്. ബാങ്ക് നിഫ്റ്റി ആയാലും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇപ്പോൾ നിഫ്റ്റിനെ അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു വീക്ക്നെസ് ആണ്. വരും ദിവസങ്ങളിലായാലും പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസത്തിൽ സംഭവിച്ചത് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ അപ്ഡേറ്റ് ചെയ്തിരുന്ന 42,600 ഇതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ബൈ സെന്റിമെന്റാണ്. പിന്നെ നമുക്ക് ആ ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. കാരണം നമുക്ക് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് ഇത് പറയുന്ന ഒരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തുടർച്ചയായിട്ട് ആ ഒരു ഫാള് വരുമ്പോൾ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇവിടെ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിലാണ് എക്സാക്ട് ആയിട്ട് അവസാനത്തെ ഒരു സെക്ഷൻ വരെ ഒരു ബൈ മൊമെന്റത്തിലായിരുന്നു ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുമ്പോൾ 42,830 മുകളിലേക്കാണ് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നത്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ചെറിയ ടൈം ഫ്രെയിമിൽ യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് 43,150 43,000 മുകളിലാണ് അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത വരുന്നത്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ വലിയ ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. 630 സപ്പോർട്ടാണ്, 42,630 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 42,375 സപ്പോർട്ടാണ്. അതായത് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവല് ബ്രേക്ക് ചെയ്തിട്ട്, അതായത് ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 42,630 താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 42,375 ഹോൾഡ് ചെയ്തുകൊണ്ട് 42,630 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈയുടെ സെന്റിമെന്റിൽ ഓപ്പൺ ചെയ്യുന്നത്. പറയുന്ന ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ കൂടുതൽ വീക്ക്നെസ് ആണ്. അടുത്തൊരു സപ്പോർട്ട് ശ്രദ്ധിക്കുക, 42,150. ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിൽ ഇത്തര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് വരുന്ന ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറെ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.